ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മുടെ കാലുകൾ നമ്മളോട് വിളിച്ചു പറയുന്ന കുറേ സത്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കാലുകളിൽ കൂടി വെളിപ്പെടുന്ന കുറേ സത്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, അതിഭയങ്കരമായ ഹീൽ പെയിൻ. വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടും കാൽഷ്യത്തിന്റെ കുറവ് കൊണ്ടും പിന്നെ ഹീലുള്ള ചെരുപ്പ് ഒത്തിരി നേരം ഇട്ട് നിൽക്കുന്നത് കൊണ്ടും നമുക്ക് ഇത്തരത്തിലുള്ള ഹീൽ പെയിൻ വരാം. അടുത്ത കുറേ പേർക്കുള്ളൊരു പ്രശ്നമാണ് ക്രാക്കഡ് ആയിട്ടുള്ള നമ്മുടെ ഉപ്പൂറ്റി. വൈറ്റമിൻ D3യുടെ കുറവ് കൊണ്ടും വൈറ്റമിൻ സിയുടെ കുറവ് കൊണ്ടും വൈറ്റമിൻ ഇയുടെ കുറവ് കൊണ്ടും നമുക്ക് ഇത്തരത്തില് ക്രാക്കഡ് ആയിട്ടുള്ള ഹീൽ ഉണ്ടാവാം. ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാകാനുള്ള ഒരു ചാൻസും ഇങ്ങനെ ക്രാക്കഡ് ആയിട്ടുള്ള ഹീൽ ഉള്ളവരിൽ കാണാറുണ്ട്. ഡയബറ്റിക് ആകാനുള്ള ചാൻസും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ക്രാക്കഡ് ഹീൽ ഉള്ളവർക്ക് മിക്കവർക്കും വളരെയധികം ഡ്രൈ സ്കിൻ ആയിരിക്കും. മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടെന്നുള്ളതിന്റെ സൂചനയാണ് ഡീഹൈഡ്രേഷൻ. പിന്നെ കോൾഡ് കാലാവസ്ഥയിൽ ഉപ്പൂറ്റി പൊട്ടുന്നതായിട്ട് കാണാം. വി മാക്സിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ക്രാക്കഡ് ബാം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്ക് ഹായ് വിട്ടാൽ മതി, അയച്ചുതരാം. ഇനി ചിലർക്കുള്ള പ്രശ്നമാണ് ടിംഗ്ലിംഗ് ഫീലിംഗ് അല്ലെങ്കിൽ ഒരു നംനെസ്. അതെന്തുകൊണ്ടാണെന്ന് അറിയാവോ? വൈറ്റമിൻ B12ന്റെ കുറവ് കൊണ്ടുവരാം, പിന്നെ ഡയബറ്റിക്കിന്റെ കോംപ്ലിക്കേഷൻസ് കൊണ്ടുവരാം, മഗ്നീഷ്യത്തിന്റെ കുറവ് കൊണ്ടുവരാം, റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉള്ളവർക്ക് ഇങ്ങനെ നംനെസ് വരാം. അടുത്തൊരു പ്രശ്നം ഉപ്പൂറ്റിയിലുണ്ടാകുന്ന നീര് വീക്കമാണ്. കിഡ്നി പ്രോബ്ലം കൊണ്ട് വരാം, ലിവർ പ്രോബ്ലം കൊണ്ട് ഇങ്ങനെ വരാം, തൈറോയിഡിന്റെ ഇംബാലൻസ് കൊണ്ടുവരാം. പിന്നെ സോൾട്ട് നമ്മൾ ഒത്തിരി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ നീര് വീക്കം വരാം. അടുത്ത കുറെ പേർക്കുള്ള പ്രശ്നമാണ് വെരിക്കോസ് വെയിൻ. ഒബേസിറ്റി, പൊണ്ണത്തടി കൊണ്ട് വരാം. വൈറ്റമിൻ K ശരീരത്ത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരാം. വൈറ്റമിൻ D ശരീരത്ത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരാം. പിന്നെ നമ്മുടെ വെയിനുകളൊക്കെ വീക്ക് ആയിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ വെരിക്കോസ് വെയിൻ വരാം. അടുത്തൊരു പ്രശ്നമാണ് ലെഗിന്റെ ക്രാംസ്. പൊട്ടാസ്യത്തിന്റെ കുറവ് കൊണ്ട് വരാം, വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ട് വരാം, കാൽഷ്യത്തിന്റെ കുറവ് കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ക്രാംസ് വരാം. പിന്നെ നമ്മുടെ വെള്ളം കുടിക്കുന്ന കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിർജ്ജലീകരണം ഡീഹൈഡ്രേഷൻ ഉണ്ടെങ്കിലും ഇത്തരത്തിൽ ക്രാംസ് വരാം. പിന്നെ നമ്മുടെ കോൾഡ് ഫീറ്റ്, പിന്നെ ഓൾ ദ ടൈം കോൾഡ് ഫീറ്റ് ആയിട്ടുള്ള ചിലവരുണ്ട്, തണുത്ത അങ്ങനെ ഒരു മരവിച്ച കാലുകൾ പോലെ. അതിന്റെ കാരണം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഹൈപ്പോ തൈറോയിഡിസം കൊണ്ട് വരാം, അയണിന്റെ കുറവ് കൊണ്ട് വരാം, ഹാർട്ട് അസുഖമുള്ളവരിൽ അങ്ങനത്തെ സിംറ്റംസ് കാണിക്കാം, ഡയബറ്റിക് ന്യൂറോപ്പതി കൊണ്ട് വരാം. ഇനി അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ബേണിംഗ് ഫീറ്റ് ആണ്. എപ്പോഴും ഒരു ചുട്ടുപൊള്ളുന്ന പോലത്തെ ഒരു കാൽപാദം, അങ്ങനെ കുറെ പേർക്കില്ലേ. ലിവറിന് പ്രോബ്ലം ഉള്ളവർക്ക് ലിവർ ഇഷ്യൂ കൊണ്ട് അങ്ങനെ വരാം. പിന്നെ ക്രോണിക് ആയിട്ടുള്ള കിഡ്നിയുടെ അസുഖങ്ങളുള്ളവർക്ക് അങ്ങനെ വരാം. വിറ്റാമിൻ B ശരീരത്ത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചുട്ടുപൊള്ളുന്ന പോലത്തെയുള്ള ഒരു പാദത്തിന്റെ ആ ഒരു ഫീലിങ്സ് നമുക്ക് ഉണ്ടാവാം. ഇനി നമ്മുടെ കാൽപാദത്തിലെ വലിയ വിരലുണ്ടല്ലോ, ആ വലിയ വിരലിന് ഭയങ്കര ബിഗ് ടോയ്ക്ക് ഭയങ്കര പെയിൻ ആയിട്ട് മിക്കവർക്കും അനുഭവപ്പെടാറുണ്ട്. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്ത് കൂടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരാം, ജോയിന്റ് ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ വരാം, കിഡ്നിക്ക് അസുഖമുള്ളവർക്ക് അങ്ങനെ വരാം, ആർത്രൈറ്റിസിന്റെ അസുഖമുള്ളവർക്ക്, വാദസംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക് ഇത്തരത്തിൽ പെയിൻ വരാം. അപ്പൊ നമ്മുടെ ഈ കാലിൽ കൂടി വെളിപ്പെടുന്ന കുറേ കാര്യങ്ങളെ കുറിച്ച് നമ്മളിപ്പോ സംസാരിച്ചു. ഇതിൽ ഏതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊരു ഡോക്ടറെ കണ്ട് അതിനുള്ള ചെക്കപ്പ് ചെയ്തിട്ട് മെഡിസിൻ എടുക്കേണ്ടതാണ് മെഡിസിൻ എടുക്കുക, എക്സസൈസ് ആണെങ്കിൽ അങ്ങനെ, റെസ്റ്റ് ആണെങ്കിൽ അങ്ങനെ, ആ രീതിയിലേക്ക് നിങ്ങൾ എന്തായാലും നോക്കിയിരിക്കണം. അല്ലെങ്കിൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. നിസ്സാരം എന്ന് കരുതി നമ്മൾ തള്ളിക്കളയുന്ന ഇത്തരം പ്രശ്നങ്ങൾ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ കുറിച്ച് നിങ്ങൾ അഭിപ്രായങ്ങളെല്ലാം കമന്റ് സെക്ഷനിലേക്ക് എഴുതിയിടൂ. നമ്മൾ ഒത്തിരി പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുന്നുണ്ട്. സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്ക് ഹായ് വിട്ടിട്ടുണ്ടെങ്കിൽ കാറ്റലോഗിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റുകളെല്ലാം കാണാം. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ മേടിച്ചിട്ട് പോകാം. അപ്പൊ ശരി, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.